ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ NDA സീറ്റ് വിഭജനം പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഹാസഖ്യത്തിലെ സീറ്റ് വിഭജനത്തിൽ കലഹങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളും അവിടുത്തെ പ്രവർത്തകരും തമ്മിൽ പട്ന വിമാനത്താവളത്തിൽ വെച്ച് തർക്കമുണ്ടാകുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി, പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്, ഇത്തവണ അവിടെ ആദ്യമായിട്ട് മത്സരിക്കാൻ ഇറങ്ങുമെന്നൊക്കെ പ്രചരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ട് മത്സരത്തിനില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ബീഹാർ ഇലക്ഷൻ അടുത്ത മാസം ആദ്യം നടക്കാൻ കൂടിയിട്ടാണ്. എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അജിംസെ, പ്രശാന്ത് കിഷോർ വളരെ പെട്ടെന്ന് വന്നിട്ട് ഇതുവരെ മത്സരിക്കുമെന്നൊക്കെ ഒരു പ്രതീതി നിലനിർത്തിയിട്ട് ഇന്നലെ വന്ന് പറയുന്നു, ഞാൻ മത്സരത്തിനുണ്ടാകില്ല, പാർട്ടിയെ ശക്തമാക്കാൻ കൂടെ പ്രവർത്തിക്കുക, 150 സീറ്റിൽ താഴെയുള്ളതാണ് ഞങ്ങൾ പരാജയമായിട്ട് കണക്കാക്കുക എന്നുള്ളത്. 150 സീറ്റെങ്കിലും നേടണം ഏറ്റവും കുറഞ്ഞത് എന്നുള്ള പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ മഹാസഖ്യത്തിനുള്ളിൽ കോൺഗ്രസ് ഈ സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് സമവായത്തിലെത്താൻ പറ്റാത്തതിൻ്റെ കലഹങ്ങൾ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇത് ആർക്കായിരിക്കും ഇവിടെ ഗുണം ചെയ്യുക എന്നുള്ളത്? ബീഹാറിൽ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ ആ തെരഞ്ഞെടുപ്പ് ആര് ജയിക്കുന്നത്? ഞാൻ പറയും BJP ജയിക്കുക എന്ന് പറയും. BJPയും JDUവും ജയിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 80 ലക്ഷത്തോളം മനുഷ്യരുടെ വോട്ട് അവിടെ നിന്ന് ഒഴിവാക്കി. ഇന്നിപ്പോൾ കോടതി എന്താ പറഞ്ഞത്? നവംബർ 14 ശേഷം ഇനി ബാക്കിയുള്ള ലീഗൽ പ്രൊസീഡിങ്സ് നടത്താം. ഇപ്പം നിലവിലുള്ള വോട്ടർ പട്ടിക വെച്ച് തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ ഒഴിവാക്കപ്പെട്ടവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയോട് അവർക്ക് നിയമസഹായം കൊടുക്കാൻ പറഞ്ഞേക്കും എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. വലിയ ഉപകാരം. ഈ 80 ലക്ഷം മനുഷ്യരിൽ ബീഹാറിനെ സംബന്ധിച്ച്, ബീഹാറിനെ പോലൊരു സംസ്ഥാനത്ത് അവിടെ എത്ര പേർ അവർ വോട്ട് നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടുണ്ട്? ഇനി അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? 80 ലക്ഷം പേർക്ക് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടോ? ഞങ്ങളിങ്ങനെ നിങ്ങളുടെ പേര് വെട്ടിയിട്ടുണ്ട് എന്നൊരു നോട്ടീസ് അയച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് ഇതിലെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത്. തങ്ങളുടെ വോട്ട് നഷ്ടമായി എന്ന് ഈ ലക്ഷക്കണക്കിന് മനുഷ്യർ അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ഇനി വോട്ട് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. അവർക്ക് ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്ന് തുടങ്ങി എന്തൊക്കെ രേഖകളാണ് വേണ്ടത്? 10-14 രേഖകളുണ്ടാണ്. ആ രേഖകൾ അവരുടെ കയ്യിലില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ എന്ന് പറയുമ്പോൾ അത്ഭുതമൊന്നും അതില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവർ കാണിക്കേണ്ട രേഖകൾ അവരുടെ കയ്യിലില്ല, അത് ശരിയാണ്. അപ്പോൾ അതുമായി BLOയെ സമീപിച്ചാൽ BLOമാരുടെ പ്രശ്നം എന്താണ്? BLOമാർ ബയസ്ഡാണ്. അവരിത്തരം ഫോമുകൾ സ്വീകരിക്കുന്നില്ല, അവരുടെ അപേക്ഷ സ്വീകരിക്കുന്നില്ല എന്നുള്ള പ്രശ്നം അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒരു 2 മാസം മുമ്പ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് നടക്കില്ല. പിന്നെ എങ്ങനെ ഇവർ വോട്ട് ചേർക്കും? അപ്പോൾ 7.5-8 കോടി വോട്ടർമാരിൽ 7 കോടിക്ക് 8 കോടിക്ക് ഇടയിലാണ് വോട്ടർമാർ ഇപ്പോൾ നല്ല അവസാനത്തെ കണക്ക്. അത്രയും വോട്ടർമാരിൽ ഒരു 80 ലക്ഷത്തോളം മനുഷ്യർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ടാർഗറ്റഡ് ആയിട്ടാണ്. പ്രത്യേകിച്ചും മഹാഗഡ്ബന്ധൻ വിജയിച്ച മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ പേരാണ് നീക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ എന്തിനാണ് ഇലക്ഷൻ മത്സരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇത്ര ആവേശത്തോടുകൂടി ഈ പ്രതിപക്ഷ കക്ഷിയിലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്? തോക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് ഞാൻ വളരെ ഈ കാര്യത്തിൽ പെസിമിസ്റ്റാണ്. ഈ ഒരു ബീഹാർ ഇലക്ഷൻ കാര്യത്തിൽ പെസിമിസ്റ്റാണ്. വേറെ ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന്, നിതീഷ് കുമാറിനോട് ഉള്ള ജനങ്ങളുടെ അതിഭീകരമായിട്ടുള്ള മടുപ്പ്, വെറുപ്പൊന്നുമല്ല, മടുപ്പുണ്ട്. നിതീഷിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഏത് മുന്നണി വന്നാലും നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി. ആ മടുപ്പ് അവിടുത്തെ വോട്ടർമാരിലുണ്ട്. ആ മടുപ്പ് ഒരു തരത്തിലുള്ള സാധ്യതയും BJPക്ക് ബീഹാറിൽ നൽകുന്നില്ല എന്ന് BJPക്ക് നേരത്തെ അറിയാം. അപ്പോൾ SIR കൂടി വന്നതോടുകൂടി അവരുടെ സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. അവർക്ക് വളരെ ഈസി ആയിട്ട് ബീഹാർ ജയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മഹാസഖ്യത്തിലുള്ള ഒരു അടിയുണ്ട്. ഇന്ന് രാവിലെ കണ്ട സീൻ എന്താണ്? ബീഹാറിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയെ കോൺഗ്രസ്സുകാർ തന്നെ അടിച്ചോടിക്കുന്നു പട്ന വിമാനത്താവളത്തിൽ. അവർക്കാണെങ്കിൽ ഇപ്പം RJD ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി, കോൺഗ്രസ് അല്ല. RJD അവർ സ്വന്തം നിലയ്ക്ക് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പോകുന്നു. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ലാലു പ്രസാദ് യാദവിനെ വിളിച്ചിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ സമവായമാകും, ഇന്നോടുകൂടി ഫൈനലിസ്റ്റ് വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കും, ഇത്രയും വലിയൊരു തട്ടിന് മുമ്പിൽ പോലും ഒന്നിച്ച് നിൽക്കാൻ കഴിയാത്ത, ഒരു സീറ്റ് ഷെയർ സമാധാനമായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു മുന്നണിയാണത് എന്ന് വരികയാണ്. മറ്റൊന്ന്, ഇന്ന് രാവിലെ കണ്ട പട്ന വിമാനത്താവളത്തിൽ കണ്ട സീൻ, അതൊക്കെ വളരെ വലിയ തോതിൽ വോട്ടർമാരുടെ പ്രതിപക്ഷത്തിലുള്ള വിശ്വാസം ഇല്ലാതായി കളയും. ജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് കൂടുന്നതിൻ്റെ അത് ഞാൻ ആലോചിക്കുക. അപ്പോൾ ഈ വോട്ട് ഡിലീറ്റ് ചെയ്തതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ലേ? അത് ഇവർ നേരിടാൻ പോകുന്ന യഥാർത്ഥ ചലഞ്ച് എന്നാണ്. രാഹുൽ ഗാന്ധി ആ ദിവസങ്ങൾ മുഴുവൻ ബീഹാറിൽ നടന്ന് പ്രസംഗിച്ചത് കോൺഗ്രസ്സുകാർ കേട്ടിട്ടില്ല എന്നതിന് അർത്ഥം. അവർ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? വോട്ടില്ല ആളുകൾക്ക്. അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുടെ വോട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ ചലഞ്ച്. ആ ചലഞ്ച് എന്താണെന്ന് പോലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. നിഷാദെ, ഇപ്പോൾ SIR നമുക്കറിയാതെ ഉണ്ടാക്കിയ വിവാദങ്ങളും അതിൻ്റെ ഒരു ആനുകൂല്യവും ഇവർക്ക് മുതലെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ അവിടെ NDA സീറ്റ് വിഭജനം കഴിഞ്ഞു, അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, യോഗി അടക്കമോടെ പ്രചാരണത്തിനെത്തുന്നു. മറുവശത്താണെങ്കിൽ നമ്മൾ ഇത്തരമുള്ള കലഹങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിലയിരുത്തുക? അല്ല സികേഷ്, സമീപകാലത്ത് ഒരു 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 യാഥാർത്ഥ്യം നമുക്ക് അത്ര സുഖകരമല്ലാത്തൊരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, സമീപകാലത്ത് ഇന്ത്യ നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യ പ്രവേശിക്കാൻ പോകുന്ന ഏറ്റവും വിശ്വാസ്യതാ പ്രശ്നം ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. കാരണം വോട്ട് ചോരി എന്ന് പറയുന്ന BJP ഭരണാധികാരം ഉപയോഗിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്നുകൊണ്ടും വോട്ട് പരിപാടി അല്ലെങ്കിൽ വോട്ടിംഗ് പ്രക്രിയയ്ക്കകത്ത് അഹിതമായി ഇടപെടുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ രാഹുൽ ഗാന്ധി പൂർത്തിയാക്കിയ ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. രണ്ടാമത്തേത്, മറ്റൊരു സംസ്ഥാനത്തും കാണിക്കാതെ ധൃതി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 11-ാം മണിക്കൂറിൽ ബീഹാറിൽ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പേരിൽ 65 ലക്ഷം മനുഷ്യരെ വെട്ടിപ്പുറത്താക്കിയ ഏർപ്പാട്. ആ ഏർപ്പാടെന്ന് വെച്ചാൽ ആളുകളോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, അവരുടെ ഭാഗം കേൾക്കാതെ, ജീവിച്ചിരിക്കുന്നവരെ പോലും മരിച്ചവരെന്ന് രേഖപ്പെടുത്തിയൊക്കെ 65 ലക്ഷം ആൾക്കാരെ പുറത്താക്കുകയും പുറത്താക്കിയവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാതിരിക്കുകയും പുറത്താക്കപ്പെട്ടവർ അതിനെക്കുറിച്ച് ഇൻഫോംഡ് അല്ലാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അങ്ങേയറ്റം ദുരൂഹമായ ഏർപ്പാട് പൂർത്തിയായതിനു ശേഷമാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് കാണണം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, എന്തായാലും BJP അവിടെ ജയിക്കും. BJP നിതീഷ് കുമാർ സഖ്യയോടെ വിജയിക്കാൻ പോകുന്നത്. ആ വിജയിച്ചാൽ അതിനെ ജനങ്ങൾ, ജനാധിപത്യബോധ്യമുള്ള മനുഷ്യർ എന്തുമാത്രം ആ വിജയത്തെ വാല്യൂ ചെയ്യും? ആ ചോദ്യമുണ്ടല്ലോ. BJP എന്തായാലും അവിടെ ജയിക്കും എന്നൊരാൾ നേരത്തെ തന്നെ മുൻവിധിയോടെ പറയുകയെന്ന് വെച്ചാൽ ആ പ്രോസസ്സിലുള്ള വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഒരു മുൻവിധി ഉണ്ടാവുകയാണ്. ആ വിജയത്തിന് എന്താണ് മൂല്യം? ആ മൂല്യമില്ലാത്ത വിജയവും കൊണ്ട് ഈ രാജ്യത്തെ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അതുകൊണ്ട് വളരെ സുതാര്യമായ പ്രോസസ്സിലൂടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നു എന്ന് ഉറപ്പ് വരുത്തുക എന്ന് പറഞ്ഞാൽ പരമമായ ബാധ്യതയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇവർ. അതില്ലാത്തതും കാരണം ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യം? അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും, സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടും, തൊഴിലില്ലായ്മ ഡിസ്കസ് ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞാലും ആളുകൾ ചെയ്യുന്ന വോട്ട് അങ്ങനെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ വിയോജിപ്പുള്ള മനുഷ്യർമാർക്കെല്ലാം വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും സംശയമല്ലേ. 70 ലക്ഷം പേരെ നിങ്ങൾ വെട്ടിപ്പുറത്താക്കി. അതിൽ നല്ല ശതമാനം ആൾക്കാരും ഇപ്പോഴും വോട്ട് ചെയ്യാൻ അർഹതയുള്ളവരാണ്. അവരെ പുറത്ത് നിർത്തിയിട്ട് നിങ്ങൾ നടത്തുന്ന ഈ എക്സസൈസ് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ള മൗലികമായ ചോദ്യമുണ്ടോ? ഞാൻ പറഞ്ഞത് ഗുരുതര വിശ്വാസ്യതാ പ്രശ്നം നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് പിന്നീട് ഭാവിയിൽ സുപ്രീം കോടതി അഡ്രസ്സ് ചെയ്തതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പ്രശ്നത്തിനകത്ത് കാരണം പ്രതിപക്ഷം, അതിൽ കീ പ്ലെയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരിടത്ത് BJP, ബാക്കി അപ്പുറത്ത് മത്സരിക്കുന്ന RJDക്കും കോൺഗ്രസിനും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട കക്ഷികൾക്കും ഇതിലെ കീ പ്ലെയേഴ്സായ ആളുകൾക്കും ഇതിനകത്ത് അവിശ്വാസമുണ്ട്. അങ്ങനെ കളിക്കുന്ന കളിക്കാരിൽ ബഹുഭൂരിപക്ഷത്തിന് അവിശ്വാസമുള്ള കളി നിയമങ്ങൾ കൊണ്ട് കളി നടത്തിയാൽ എന്താ കാര്യം? അതാണ് ഇതിൻ്റെ മൗലികമായ സംഗതി. രണ്ടാമത്, ഇപ്പോഴും ഇവർ വിശ്വസിക്കുന്നത് 65 ലക്ഷം പേർ, അതിൽ തന്നെ ഒരു 40 ലക്ഷം പേർ അർഹർ പുറത്തു നിന്നാലും വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് വിചാരിക്കാൻ കുറേ ന്യായമുണ്ട്. ഇപ്പോൾ SIR എന്ന പ്രോസസ്സ് ആൾക്കാരെ വെട്ടിപ്പുറത്താക്കിയാലും SIR എന്ന പ്രോസസ്സിലൂടെ അടിസ്ഥാന അവകാശമായ വോട്ട് BJP കട്ടുകൊണ്ട് പോവാണ് എന്ന വികാരം ആളുകളെ BJPക്ക് എതിരാക്കും. അപ്പോൾ ആ പ്രോസസ്സ് ഞങ്ങളെ സഹായിക്കുമെന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ നിതീഷ് കുമാർ ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ഭരണാധികാരി അല്ലെങ്കിൽ മികച്ച ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ നിലക്കുള്ള അംഗീകാരം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം കൂടുതൽ ദുർബലനാവുന്നു. അതിന് പ്രായമായല്ലോ, പഴയ പോലത്തെ വലിയ ഒരു കക്ഷിയൊന്നുമല്ല. മീൻസ് ആരോഗ്യവാനായ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തെ നെടുന്തൂണായ ഒരാളെന്ന് അത് പ്രായമായി പാർട്ടിക്കകത്തും പലതരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, പലതരത്തിലുള്ള പവർ സെൻറ്റേഴ്സ് ആ പാർട്ടിക്കകത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട്. പിന്നെ അദ്ദേഹം പൂർണ്ണമായും NDAക്കകത്ത് നിന്നുകൊണ്ട് BJPക്ക് പൂർണ്ണമായും വിധേയപ്പെടുന്ന ഒരു പൊസിഷനിലേക്ക് മാറി. കഴിഞ്ഞ തവണ 115 സീറ്റ് ചോദിച്ചവർ ഇപ്പോൾ 101 മത്സരിക്കുകയാണ് സമാസമമായി. അടുത്ത തവണ അതിൽ താഴേക്ക് പോകും. അപ്പോൾ BJPക്ക് പൂർണ്ണമായും വഴിപ്പെടുകയാണ് JDU എന്നൊരു ഫീല് JDU സിമ്പതൈസേഴ്സിൻ്റെ എല്ലാം ഇടയിലുണ്ട്. പിന്നെ തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണ്. ഈ BJP സർക്കാർ വന്നതിന് ശേഷം കൊണ്ടുവന്ന അഗ്നിവീർ പോലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള സ്ഥലം ബീഹാറാണ് എന്ന് നമുക്കറിയാം. അപ്പുറത്ത് തേജസ്വി യാദവ് ഞങ്ങൾ ജയിച്ചാൽ ഓരോ കുടുംബത്തിലും ഒരാൾക്ക് ജോലി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം ജോലിയുമായി ബന്ധപ്പെട്ട് ചില വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അവിടുത്തെ സിംഗിൾ ലാർജസ്റ്റ് കക്ഷിയായത്. RJD ആണ് ഇപ്പോഴും വലിയ കക്ഷി നമ്മൾ ഓർക്കണം. അപ്പോൾ ആ കോൺഫിഡൻസ് അവർക്കുണ്ട്. പക്ഷേ ഉള്ളപ്പോൾ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത്തവണ ജയിച്ചേക്കും എന്നുള്ള ആത്മവിശ്വാസം വന്നപ്പോൾ പിന്നെ എല്ലാവർക്കും ജയിക്കാനുള്ള അടിയായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തമ്മിലടി കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അസദുദ്ദീൻ ഉവൈസിയൊക്കെ അവിടെ നിന്ന് മത്സരിക്കുന്നുണ്ട്. ബീഹാറാണ് സ്ഥലം. അവിടെ ഈ പറഞ്ഞ മൈനോറിറ്റി പോക്കറ്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഉവൈസിയെ സഖ്യത്തിലെടുക്കാനും തയ്യാറായിട്ടില്ല. അദ്ദേഹം 100ഓളം സീറ്റിലാണ് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫെയർ ഇലക്ഷൻ നടന്നാൽ പോലും തീപാർന്ന പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമായിട്ടത് മാറുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സംഗതി അവിടെ കിടക്കുകയാണ്. എന്താണ് ഇത് ഫെയർ ഇലക്ഷൻ ആണെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്തുമാത്രം അടിസ്ഥാന ജീവസന്ധാരണ പ്രശ്നങ്ങൾ ഇവിടെ വോട്ടായി മാറുമെന്ന് ചോദിച്ചാൽ അത് സംശയമുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷ പൂർണ്ണമായും കൈവിടുന്നില്ല. കുറച്ചൊക്കെ വൃത്തിയായി നടക്കുമെന്ന് വിചാരിച്ചാൽ ഇതെന്തായാലും ഒരു നെക്ക് ടു നെക്ക് പോരാട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അടുത്ത മാസം ആദ്യമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്.
SIR വന്നതിന് ശേഷവും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ മറിച്ചെന്തെങ്കിലും അത്ഭുതം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്നുള്ള ചോദ്യം ബാക്കിയാകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്.